ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മുടെ ലെറ്റ്സ് പ്ലേ മൾട്ടിപ്ലെയർ സീരീസിൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് അയൺ മൈനിങ് ആണ്. നമ്മൾ കുറച്ച് ഇവിടെ മൈൻ ചെയ്തിരുന്നു. ഞാൻ കൊണ്ടുപോകണില്ല നോക്കില്ല. ഇവിടെ അവിടെ ആയിട്ട് നമ്മൾ കുറച്ച് മൈൻ ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ പട്ടിക്കുട്ടി ഞാൻ കാണിച്ചു തരാം. നമ്മളൊന്ന് ഓഫ് ക്യാമറ കഴിഞ്ഞിരുന്നു. ആകെ ഇട്ടാൻ കിട്ടില്ല. ആകെ ഒരു 2 മിനിറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് പോയത്. അപ്പോൾ നമുക്ക് ബാക്കി ഇന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഇവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അയൺ ആർമർ സെറ്റാക്കുന്നതാണ്. നമ്മൾ വെറുതെ ഇവിടെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ എനിക്കൊരു 8 അയൺ കിട്ടിയിരുന്നു. അത് മാത്രമേ ഇപ്പോൾ നമ്മുടെ ഉള്ളത്. നമുക്ക് അയൺ ആർമർ സെറ്റാക്കണമെങ്കിൽ അയൺ വേണം. നമുക്ക് നേരെ അയൺ മൈനിങ്ങിൽ കിടക്കാം. എവിടെയാ? ഓ, ഇവിടെ നിന്ന് കുറിച്ചിട്ട് വാ. അപ്പോൾ നമ്മളിനി മൈൻ ചെയ്യാൻ പോകുന്നത് അവിടെ അല്ല. അവിടെ ഒരു കേവ് എത്തി, അവിടെ സ്റ്റോപ്പായി. നമുക്ക് ഇവിടെ ആയിട്ട് മൈൻ ചെയ്യണം. ഫസ്റ്റ് ഇതൊന്ന് മുറിച്ചിവിടെ വെക്കാം, സെറ്റാക്കാം. ഇതാണ് എൻ്റെ സ്ഥലം. നീ നെബാനൊക്കെ സ്ഥലം കണ്ടത്. കാരണം രണ്ടിനും ഒരു സ്ഥലത്താകുമ്പോഴേ നമുക്ക് ഒരുപാട് നേരം പിടിക്കാം. അപ്പോൾ 2 സ്ഥലത്താണെങ്കിലേ എപ്പോഴും അയം കിട്ടാനുള്ള സാധ്യത കൂടുതലോ. ഇത് നമ്മൾ തമ്മിൽ എത്ര ബ്ലോക്കിന് അകലുണ്ട്? 1, 2, 3 ബ്ലോക്കിന് അകലത്തില്ല. ഈ വേണമെങ്കിൽ സൈഡിക്കൊക്കെ പോയി വേണ്ടത്. അവിടെ 2 കുഴി ഉണ്ടാക്കി വെച്ചെന്നുള്ളൂ. ഇനി ബാക്കിയുള്ള ബിൽഡൊക്കെ നമ്മൾ ഇവിടെ അവിടെയൊക്കെ ആയിട്ടാണ് കൊണ്ടുവരുന്നത്. എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് പവർ ആയിക്കോ. ഫുഡില്ല, അത് നമുക്ക് അവിടെ നിന്ന് കഴിക്കപ്പോൾ. നമുക്കിനി ഈ എപ്പിസോഡിൽ ഒരു എന്തുകൂടി സെറ്റാകണം, ഒരു സ്റ്റോറേജ് സെറ്റാകണം, പറ്റാണെങ്കിൽ ഫുഡ് സ്റ്റോറേജ് സെറ്റാകണം. അപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടവരൊക്കെ സെറ്റ് ആയിക്കോ. ഈ ഇഷ്ടപ്പെട്ടവർ കമൻറ്റിൽ റേറ്റ് ചെയ്യണം. കണ്ടോ ഇവിടെ ഇരിക്കുന്നത്? കണ്ടോ എൻ്റെ കൂട്ടൻ? ഇവനെ കൊണ്ടുവന്നവൻ ചാവും. നമ്മൾ ചെസ്റ്റിൽ കുറച്ച് എന്തൊക്കെയോ വെച്ചിരുന്നു. അതായത് നമ്മൾ ചെസ്റ്റിൽ വെറുതെ കുറച്ച് ആക്സൊക്കെ എടുത്ത് വെച്ചിരുന്നു. വെറുതെ അതായത് നമ്മൾ വെറുതെ ഉള്ള കുറച്ച് ആക്സൊക്കെ വെറുതെ വെച്ചിരുന്നു. നേരെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് 24 ഗോളുണ്ട്. എൻ്റെ അവിടെ ഇട്ടിക്കണേ. ഓക്കെ, ഇതാ ഇതാണ് അയൺ എടുക്കുന്നത്. ഇതാ 10, 4, 14 അയൺ. ഇനി നമുക്കൊരു 10 അയൺ കൂടി കിട്ടിയാൽ 24 അയൺ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അയൺ ആകുമ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റും. 24 അയൺ വേണം നമുക്കൊന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ. അതിൽ ഞാൻ നേരം മൈനിങ്ങിന് കിടക്കണം. അപ്പോൾ അതിന് മുമ്പ് ഫുഡ് വേണം. ഇവിടെ തിന്നേ പറ്റും. ഞാൻ ചാവും ചിലപ്പോൾ. ഫുഡ് ഇല്ലാതെ അതാണ്. ഫസ്റ്റ് നമ്മൾ മൈനിങ്ങിന് പോയിട്ട് അയണാങ്ങൾ സെറ്റാക്കിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് കൊടുത്തൊക്കെ മുറിച്ചിട്ട് നമ്മളവിടെ ഒരു സ്റ്റോറേജ് ഏരിയ സെറ്റാക്കും. സ്റ്റോറേജ് ഏരിയ അതിനെ ട്രേഡ് ചെയ്ത് മേടിക്കണം. മൈൻ ചെയ്ത് മേടിക്കണം. ട്രേഡാണ് വൈബ്. നമുക്ക് ഇന്നിവിടെ ഒരു റൂം ഒറ്റയ്ക്ക് സെറ്റാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇതുവരെയായിട്ട് ഒന്നും സെറ്റാക്കിയിട്ടില്ല. ഇവിടെ ഉണ്ടാക്കി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അവിടെ എല്ലാവരും പരീക്ഷയ്ക്ക് കഴിഞ്ഞു വിചാരിക്കുന്നു. വാടാ പോണ്ടേ. പിന്നെ എൻ്റെ അക്കൗണ്ട് ഒന്ന് പോയിരുന്നു. അതായത് എൻ്റെ പഴയ അക്കൗണ്ട് പോയി. ഇതിപ്പോൾ പുതിയ അക്കൗണ്ടിലാണ് ഞാൻ കളിക്കുന്നത്. വേൾഡൊക്കെ ഉണ്ടാവും, പക്ഷെ അക്കൗണ്ട് പോയി. വാ, അതെൻ്റെ കൈ വെച്ചോ നല്ലേ. വാ വാ, കമൗണ്ടൊക്കെ മാറി. നമുക്കിവിടെ ഗ്രൈൻഡ് ചെയ്യാം. ഇവിടെ ടോർച്ചുണ്ടാ? നമുക്കൊന്ന് തന്നെ കുറച്ച് തന്നെ പകുതി വെക്കാം. നമുക്ക് സൗഹൃദമാണ്, കാത്തു സൂക്ഷിക്കൂ. ഇവിടെ കിട്ടിയ കിട്ടി. ഇവിടെ മൈനിങ് 45 ഇവിടെ വേണ്ട. നമുക്ക് കുറച്ചുകൂടി ദൂരത്തിയല്ലേ. അതാണ് നമുക്ക് എളുപ്പം. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. അതിൻ്റെ ഡിലേ പോയി. സാഡ് ന്യൂസ്. നമുക്ക് ഈ തറ്റത്തിൻ്റെ തുടങ്ങാം. അതാകുമ്പോൾ മൈന് പോവാം. സൂക്ഷിച്ച് മൈൻ ചെയ്യണം. കൗച്ചൊന്നും ചെയ്യണ്ട. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നമ്മൾ നോക്കണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കാം. നമ്മൾ തീരെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് വേണം മൈൻ ചെയ്യാൻ. ഓക്കെ,
വാട്ട് ബ്രോ? യെസ്. ഓക്കെ, എന്തായാലും നമ്മൾ മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അയം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കൊരു നമ്മുടെ അടിയിൽ ഇതിൽ വഴിൻ്റെ ഇത് വേറെ വഴിയാണ്. അത് അവൻ്റെ വഴിയിലാണ് ഞാൻ പോയത്. ഞാൻ മൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലഷ്കേ വിട്ടു. അതിനുള്ളിൽ അയൺ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഉണ്ടാ മോബ്സ് ഉണ്ടാ? നമുക്ക് ഇറങ്ങാം, പതുക്കെ ഇറങ്ങാം. ലഷ്കേ വീക്കിൻ്റെ ഇറങ്ങാം. ഓക്കേ, ഞാനത് സേവ് നോക്കണം. ആ ഈ ഇറങ്ങ് എടുത്തൊന്നായിട്ട്. ഇവിടെ മോബ്സ് ഉണ്ട് തോന്നുന്നു. ഇവിടെ ഞാനൊരു ടോർച്ച് വെക്കാം. അവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ലഷ്കേവ് ഉണ്ടെന്ന്. നിലത്തേക്ക് ഇറങ്ങ്. ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ ഇറങ്ങാം. ഇവിടെ നിന്നൊക്കെ ഒരു സ്കെൽട്ടൻ ഉണ്ട്. ഇവിടെ നിൽക്കാം. ഈ ഇറങ്ങ്, കുഴപ്പമില്ല. കമ്പിട്ടില്ല. ഇറങ്ങിയാൽ അത് ആട്ടാ. ഇവിടെ എവിടെയോ ഒരു സ്കെൽട്ടൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയോ ഒരു സ്കെൽട്ട്. കുഴപ്പമില്ല, ഇറങ്ങിക്കോ. കുഴപ്പമില്ല, ചാവൂല. ഞാൻ ഉണ്ടല്ലോ. ഇവിടുന്ന് ഞാൻ ചാടിച്ചാൽ ഇറങ്ങടാ, ചാടിക്കോ. കുഴപ്പമില്ല. എങ്ങനെ കൂടാനാ? ഈ എൻ്റെ ഒരു ബ്ലോക്ക് എടുത്ത് മൂടിക്കോ. ഇക്ക് ഇറങ്ങാച്ചെങ്കിൽ ഞാൻ ഇറങ്ങി വരുന്നില്ലേ? വീട് എടുക്കണോണ്ട. ഇവിടെ വേറെ വല്ല അയണ് ഞാൻ ചുറ്റി നോക്കാം. അത് അവിടെ ആയുണ്ട് കേട്ടാ. ഞാൻ വേണമെങ്കിൽ അവിടേക്ക് ഇറങ്ങാം. നമുക്ക് ഞാൻ ഇറങ്ങാൻ പോവാണ് ഫ്രണ്ട്സ്. ഇവിടെ ഇറങ്ങിയേക്കാം. ഇവിടെ ബ്ലോക്കിന് പ്ലേസ് ചെയ്തിട്ട് ചത്താ ഇവിടേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാനേ കയറാം അവിടേക്ക്. എന്നെ സേവ് ചെയ്തോ, ഞാൻ ചെയ്തോളാം. രണ്ടാണ് എനിക്ക് എത്ര കിട്ടി അവിടുന്ന്? 4. അപ്പോൾ 4 6 അയൺ കിട്ടിക്കണേ. ഇനി വേറെ എവിടെയെങ്കിലും അയൺ ഉണ്ടോ? മുകളിൽ ഈ മുകളിലത്തെ ബ്ലോക്ക് സീനാണ്. ഇവിടെ വെച്ചിട്ട് ഇവിടെയാണ്, അവിടെ ഇട്ടാ അയൺ. തിരിച്ചങ്ങനെ ഇറങ്ങുന്നതാണ് ഇതിൻ്റെ പേടി. ഇവിടെ ഈ വെളിച്ചം പൊട്ടിക്കല്ലേ, അതാണ് വെളിച്ചത്തിനുള്ള, അതൊന്ന് പൊട്ടിക്കല്ലേ. ഇവിടെ ഇരുട്ടാവും പിന്നെ വീണ്ടും. ഇവിടെ വെളിച്ചമുള്ളതുകൊണ്ടാണ് ആരും വരാത്തത്. നീ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വേണ്ട വേണ്ട, ഞാനും വരട്ടെ. വേണ്ട, ഇതിൻ്റെ ഒപ്പം വന്നാൽ മതി. ഇക്കല്ലെങ്കിൽ ഒരു കൂട്ടുണ്ടാവില്ലേ. ഞാൻ ഏത് വഴിയാണ് നമ്മുടെ? അവിടെയാണ് നമ്മുടെ വഴി. വെച്ചുതാ, ഇവിടെ വെച്ചു. ഇത് പേടി പൊട്ടിച്ചിട്ട് നമുക്ക് ഇതും പൊട്ടിച്ചിട്ട് ഇതും പൊട്ടിക്കണം. എന്നിട്ട് ഇതിവിടെ ബ്ലോക്ക് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങണം. എന്നിട്ട് ഇത് പൊട്ടിക്കാം. ബ്രോ എത്ര കിട്ടിക്കണേ? ഇന്ത്യയിൽ 3 ഉണ്ട്. നോട്ടെ. യെസ്, ഐ ഹാവ് 3. അപ്പോൾ 4 5 7 കിട്ടി. ഇപ്പോൾ 3 ഒരാൾക്കാണ് ആകും. ഇതിപ്പോൾ ഞാൻ ഇനി ഈ വഴി നമുക്ക് ഇതിലേക്ക് ഇറങ്ങിയാലോ? ഞങ്ങൾ വേണ്ട, ഞാൻ ലഷ്കേവിക്ക് ഇറങ്ങാൻ പോവാ. വാടാ, ലഷ്കേവിക്ക് ഇറങ്ങടാ. വേണ്ടടാ. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടെ തന്നെ മൈനാണ്. ഈ ലഷ്കേവിലൊക്കെ ഇറങ്ങി അയണൊക്കെ കുറച്ചൊക്കെ ഗ്യാദർ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അഗെയിൻ അയൺ കിട്ടിയിട്ടുണ്ട്. 1 2 അപ്പോൾ ഇവിടെ 3. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഉണ്ടാക്കാനുള്ള അയൺ ഇപ്പോൾ കിട്ടി. ഇവിടെയും ആയി. ഇന്ത്യയിൽ 2 ഉണ്ട്, എൻ്റെ 3 ഉണ്ട്. അപ്പോൾ 5 നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. പഠിക്കല്ലേ? ഓക്കെ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ മൈൻ ചെയ്തിട്ട് ബാക്കി വന്നാൽ ഞങ്ങൾ വീണ്ടും അപ്ഡേറ്റ്. അപ്പോൾ നമുക്ക് എഗെയിൻ അയൺ കിട്ടിയിരിക്കുകയാണ്. 1 2 3 അയണാണ്. 3 അല്ല,
ഇനിയുണ്ട് 4 5 6 7 എവിടെയെങ്കിലൊക്കെ പോയാലുണ്ടോ നമുക്ക് നോക്കാം. ടോർച്ച് വെക്കാം. നമുക്ക് 7 അയണാണ് കിട്ടിയിരിക്കുന്നതിൻ്റെ ഓർമ്മ. യെസ്, 7 അയൺ കിട്ടിയിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 7 അയൺ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ മുടണം. നമുക്കിങ്ങനെ മൂടാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ 9 അയണാണ് അതിലുള്ളത്. അപ്പോൾ ഇനി ഒരാൾ സെറ്റാക്കാൻ 9 അയൺ സെറ്റായി. നമുക്ക് ഇനി വീണ്ടും മൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പിക്കാക്സ് തന്നെ പൊട്ടി. ഇവിടെ നിന്ന് ടോർച്ച് വെച്ചിട്ട് പുതിയ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള വുഡൊക്കെ അവൻ്റെയിലാണ്. അവനെന്താ കോഡ് വന്നപ്പോൾ പെട്ടെന്ന് ലെഫ്റ്റായി പോകുന്ന പോലെ തോന്നി. എന്നാലും ഇപ്പം തന്നെ വരും. ഇപ്പം മുകളിൽ കെട്ടി 9 എടുത്തു. നമ്മൾ എത്തുന്നു. യെസ്, നമുക്ക് അങ്ങനെ 9 അയ്യണാണ് കിട്ടിയിരിക്കുന്നത്. ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ 9 ആണല്ലേ, 7 അയ്യൺ, 19 എണ്ണായി. കുക്കിടപ്പാക്കി നമുക്ക് എത്ര ഉണ്ട്? ഒന്നാ എന്ത് കുക്കിടപ്പാക്കി 2 എണ്ണം ഉണ്ട്. ഇല്ലില്ല, അവിടെ ഇതിൻ്റെ ഇതിലിടയ്ക്ക് 2 എണ്ണം കഴിച്ചാൽ ഇപ്പം അടങ്ങുള്ളൂ. ഓക്കെ, നമ്മുടെ കന്നഡ ഒന്ന് നമ്മളിടട്ടെ. ഓക്കെ, അവൻ ജോയിൻ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഇതായിട്ട് വേണം എനിക്ക്. കുക്കിടപ്പാക്കി നമുക്ക് കുക്കിടപ്പാക്കി വയ്ക്കാം. അങ്ങനെ കണ്ടതല്ലേ അവർ 2 കുക്കിട് നോക്കി നിന്ന് വയറ് നിറഞ്ഞു. ഇവിടെയാണല്ലോ അത് തന്നെയാണ്. ഓൻ കണ്ട്, നിങ്ങൾ കണ്ടല്ലോ ഈ വേഷം. അയ്യോ, പിക്കാക്സ് ഉണ്ടാക്കിയില്ല. എല്ലാം പറഞ്ഞു, പക്ഷെ നമ്മൾ പിക്കാക്സ് ഉണ്ടാക്കാൻ മറന്നുപോയി. എന്തായാലും നമ്മളെല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മുടെ ഇപ്പം എത്ര ഉണ്ടാവും? 10 10 20 29 33 അയണോളുണ്ട് തോന്നുന്നുണ്ട്. എത്ര ഇല്ല? പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ സ്റ്റിക്ക് ഉണ്ടോ? സ്റ്റിക്ക് ഞാൻ ഉണ്ട്. പിക്കാക്സ് എടുത്തിട്ട് ഉണ്ടാക്ക്. പിന്നെ ഞങ്ങൾ കളിച്ച് പഠിക്കുന്നതിന് ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ടിട്ടാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പണ്ട് കളിക്കുമായിരുന്നു അവിടെ കെമിക്സ് സീസൺ 4-ൻ്റെയും 3-ൻ്റെ ഒക്കെ സമയത്ത്. പിന്നെ ഒരുപാട് നാളെ കളിച്ചിട്ട് പിന്നെ കളിക്കുന്നത് വെച്ചാൽ ഈ അടുത്താണ്. എന്താ ഇത് എന്തോ സാധനം എനിക്ക് മനസ്സിലായില്ല. ഇതുകൊണ്ടാ ഒരു കോപ്പർ ബ്ലോക്ക് അത്ര ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തെങ്ങനെ സാധനം ഇത് അവിടെ നിന്ന് കണ്ടപ്പോൾ പൊട്ടിച്ചെടുത്തതാ. അവിടെ ഇരിക്കട്ടെ, കളർ മാറാൻ നോക്കാലോ. അപ്പോൾ നമുക്ക് നേരെ മൈനിങ് വിട്ട് ന്യായം കിട്ടുമ്പോൾ ഞങ്ങൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യാം. ഡയമണ്ട് നമുക്കൊരു പിക്ക് ഉണ്ടാക്കിയാലോ? ഡയമണ്ട് കിട്ടി. ഒരു 3 ഉണ്ടെങ്കിൽ അപ്പം പിക്കാക്സ് ഉണ്ടാക്കിയാൽ നമുക്ക് 3 ഉണ്ടെങ്കിൽ അയൺ പിക്കാക്സിൻ്റെ ഇതിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം. അത് വേണം, പക്ഷേ അയൺ പിക്കാക്സിന് അപ്പം പിന്നെ നമുക്ക് ആവശ്യമില്ല. ഒരു 3 കിട്ടി. ഒരു 3 മതി. എവിടെ 3 കിട്ടി? മതിയില്ലേ? ഞാൻ പോയിട്ട് നമുക്ക് അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് തരാം. ഒരു 3 എടുത്തിട്ട് ഇത് നമുക്ക് നമ്മുടെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. ഇതൊക്കെ അയണിൻ്റെ സ്ഥലത്ത് അതുകൊണ്ട് പിക്കാക്സ് ഉണ്ടാക്കണം. ഇതില്ല, സ്റ്റിക്കില്ല. സ്റ്റിക്ക് 64 സ്റ്റിക്കാക്കി ഇരിക്കണം. പിന്നെ അത് എന്തിനത്? ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ ഇതെടുത്തിട്ട് നമ്മളിതാ ഈ അയൺ എടുത്തിട്ട്
പിക്കാക്സ് ഉണ്ട് നിർമ്മിക്കുന്നു. സിക്ക് എടുക്കാൻ പറഞ്ഞല്ലോ അല്ലേ? ഇവിടെയാണ് സിക്ക്. യെസ്, നമുക്ക് ഒരു 28 സിക്ക് എടുത്തിട്ട് നമുക്ക് അവിടെ പോവാം. നമുക്ക് ഇവിടുന്ന് തന്നെ ആ ഡയമണ്ടിൻ്റെ ഉദ്ഘാടനം നടത്തിയിട്ട് ഇവിടെ അല്ലേ നമ്മൾ വൈകുന്നേരം ഇവിടെ അല്ലേ ഡയമണ്ടിൻ്റെ ഉദ്ഘാടനം നടത്താം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. എന്നാലും ഇന്ത്യയിൽ ഡീപ് സ്റ്റേജ് ഒരുപാട് നമുക്ക് പറയാനാണ് നിർബന്ധം. അപ്പം നമുക്ക് വീണ്ടും ഒരു സ്ഥലം കൂടി കണ്ടെത്തിയിട്ട് ഒന്നും കൂടി മൈൻ നോക്കാം. അല്ല, അവിടെ ഡയമണ്ട് ഉണ്ടാവുള്ളൂ. എനിക്കധികമൊന്നും മൈൻക്രാഫ്റ്റിനെ കുറിച്ച് അറിയില്ല. എങ്ങനെയാണ് മൈൻ ഇത് എവിടെ എത്തുന്നൊന്നും അറിയില്ല. ഓക്കെ, നമ്മൾ എത്താൻ പോകുന്നു. എവിടെ ഞാൻ പഠിക്കൂ ഒരു വിഎക്സ് ഉണ്ടാക്കണതുകൊണ്ട് ഇപ്പോൾ അവരോടൊക്കെ ഭയങ്കര നോക്കണം. ഗോൾഡൊന്നും വേണ്ടക്ക് വേണ്ട. ഇത് 2 ഉള്ളൂ ഇപ്പോൾ. ഒരു വിഎക്സ് ഉണ്ടാക്കണ്ടേ? ഇപ്പോൾ അവിടെ എടുത്തു വെക്കാം. ഇതിൻ്റെ ഇപ്പോൾ 10 ഉണ്ട്, മറ്റേ 1 ഉണ്ട്. അപ്പോൾ നമുക്ക് 29, 29, 30 ആയനുണ്ട്. ഓക്കെ, 30 ആയണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ഇനി നമുക്ക് 14 ആയാൽ മതി. എത്ര? 18 ആയണം. ഓക്കെ, ഡയമണ്ട്സിനുള്ളതിൻ്റെ ഇതൊക്കെ വന്നു. അത് കുഴപ്പം. ഇടക്കിടയ്ക്ക് നമുക്കിങ്ങനെ കയറി വരണ്ടേ. ഇന്നെപ്പോഴത്തെ നൂബിനെ ഞാൻ കൊണ്ട് പറയാം. ഇന്നെപ്പോഴത്തെ നൂബിനെ സംബന്ധിച്ച് ഡയമണ്ട് എന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഇവിടെ ഈ വീഡിയോ ലോങ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇവിടെ ഡയമണ്ട് വെച്ച് ഇവിടെ വെച്ച് തന്നെ നമുക്ക് 29, ഈ ഒരു അയണോവ് വെച്ച് കഴിഞ്ഞാൽ 30. ഓക്കെ, നമുക്ക് എത്ര കൂടുതൽ? 24, 25, 26, 27, 28, 29, 5ഓളം കൂടുതലുണ്ട്. അപ്പോൾ 24-ൽ നിന്ന് 5 നമുക്ക് ഇനി 18, 19 ആയി വേണം. ഓക്കെ, അല്ലേ നമുക്ക് അയൺ പിക്കാക്സ് എന്തെങ്കിലും കൊണ്ടുപോകണം. അയൺ പിക്കാക്സ് കൈ വെക്കാം. അല്ലേ, ഞാനൊരു പിക്കാക്സ് ഉണ്ടാക്കി തരാം. ഈ ഒരു ഇത് വെക്ക്. എന്നാ ഓക്കെ. ഒന്നും എൻ്റെ ഇതില്ല, വുഡില്ല. ഇതില്ല, വുഡല്ല, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ ഓക്കെ. അപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അയ്യോ, അതിൽ റിസ്മോൾ പോയിന്റ് സെറ്റ് ചെയ്ത് വിടുക. ഇതിലാണ് റിസ്മോൾ പോയിന്റ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഇല്ല സൂക്ഷിച്ച് പോയിക്കോട്ടാ. നമുക്ക് 3 അത്ര മതി. അങ്ങനെ എത്ര നേരത്തെ കഷ്ടപ്പെടാൻ അറിയില്ല. ഇന്ന് സ്കൂളിൽ പരീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞു. തിരിച്ചു വന്നിട്ടുള്ള ഗ്രൈൻഡിങ് ആണ്. അതിലാണ് നമുക്ക് 29 ഉണ്ടല്ലോ തന്നു. നമുക്ക് 29. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ എനിക്കും ഒരാൾക്ക് അയണാകന്മാർ അവിടെ സെറ്റ് ആയിക്കണം. ഈ മൾട്ടിപ്ലെയറിൽ അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. കാരണം ഒരുപാട് നേരം മൈന. കാരണം ഈ 60 അയണക്ക് ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ സംബന്ധിച്ചിട്ട് 60 അയണക്ക് മൈനാണെങ്കിൽ മണിക്കൂർ എടുക്കണം. ഓക്കെ, കൊല്ലാലോ. കൊല്ലണ്ട് സന്തോഷമാണ്. സാധനം എടുക്കണ്ട. ഒന്നും എടുത്തില്ല. എസ്പി എടുക്കണോ എൻ്റെ മോസിൻ്റെ ആ ബ്ലോക്ക് ഇങ്ങനെ എൻ്റെ കൈ കയറി. ഇന്ത്യയിൽ ഉണ്ടാവും എന്നാൽ. എടാ, ഈ സാധനം നട്ടുപിടിപ്പിച്ച് ഇവിടെ വളരുന്നൊരു ഇത് തോന്നുന്നു. എൻ്റെ ഇതുണ്ടാ ബോണ്ട നമുക്ക് ഇവിടെ നട്ടുപിടിപ്പിച്ച് നോക്കാം. ഇവിടെ നിന്ന് വെച്ചിട്ട് എൻ്റെ ബോണ് ഉണ്ടാവും.
ഇതാ ഓക്കെ കൊല്ലാനാ കൊണ്ടുപോകുന്ന വേണ്ട ഇവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി എല്ലാം ഒന്നും കാണിക്കണില്ല. നമുക്ക് സ്പീഡിൽ പോയിട്ട് മൈൻ ചെയ്തിട്ട് ഞങ്ങൾ ബാക്കി ഡയമണ്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാലോ. നിങ്ങൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കട്ട് ചെയ്ത് തന്നാണ് അത് ഒറ്റയടിക്ക് പോകണമാണ് നല്ലതെന്ന് പറയണം. ഓക്കെ പിന്നെ ഇതിവിടെ എത്ര സമയം എടുക്കും. അപ്പോൾ എന്തായാലും ഞാനിതൊക്കെ മൈൻ ചെയ്തിട്ട് ഇനി എല്ലാ അയണും എല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഇനി എല്ലാം ഇടക്കിടക്ക് ഞങ്ങളെ ഓണാക്കി ബോർഡില്ല. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ പേര് കറിയില്ല എന്തൊരു നല്ല ശബ്ദം. ആമിറ്റിസ്റ്റ് ഇത് നല്ല രസമുണ്ട്. ആമിറ്റിസ്റ്റ് ഓടിക്കണം എനിക്ക് ആവശ്യമുണ്ട്. ഇഷ്ടം ആമിറ്റിസ്റ്റ്. ഓ എവിടെ ഞാൻ കണ്ടില്ല. നമുക്ക് ഇവിടുന്ന് ഒരു വഴി ഉണ്ടാക്കിയിട്ടേ നേരെ എണീക്ക് പോണ വഴി. എടാ ഈ ഇറങ്ങിയിട്ട് വാ നമുക്ക് അമിറ്റിസ്റ്റ് ഒപ്പം പൊട്ടിച്ചെടുക്കാം. ഫസ്റ്റ് നമുക്ക് അയമാണ് നിർബന്ധം. അപ്പം അയം ഫസ്റ്റ് പൊട്ടിച്ചെടുത്തിട്ട് അമത്തിസ്റ്റ് പൊട്ടിക്കാം. അയ്യോ അയണമ മൂടി എന്താ ലെക്ക് സ്പോട്ടിങ്. അമത്തിസ്റ്റ് ഉള്ളിൽ പൊട്ടിച്ചോ. അമത്തിസ്റ്റ് അത് ഇഷ്ടമാണ്. നല്ല ശബ്ദമാണ് അതിൻ്റെ ശബ്ദം. എന്നോട് പൊടിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഒരു മൂടൽ കിട്ടും. അതുകൊണ്ടാ നമുക്ക് അയണിൻ്റെ സാധനം അയണോണ്ട് ഒന്നിനുള്ളൂ പകരുത്. 2 3 ഇത് കാണില്ല. നമുക്കൊരു ടോർച്ച് കഴിഞ്ഞു. അറിയില്ല പക്ഷെ അമിറ്റിസ്റ്റ് ബിൽഡിംഗ് ഒക്കെ നല്ലതാണ്. എല്ലാ ശബ്ദത്തിന് പറ്റുമോ? ഞങ്ങൾ നേരത്തെ കായം കിട്ടിയൊരു ഭാഗമുണ്ട്. അവിടുന്ന് സ്ട്രേ ആടക്ക് അത് നമുക്ക് സ്ട്രീമിന് ഉപയോഗിക്കാത്ത. അല്ല ഇവിടെ എവിടെയെങ്കിലും അയൺ ഉണ്ടെങ്കിൽ അല്ല ഇനി എന്തായാലും നമുക്ക് നേരെ പോയിട്ടാ. നമുക്ക് ഇനി നേരെ പോവാ. ഞാനേ മോളിൽ പോയിട്ട് വഴി ഉണ്ടാക്കാം. എന്തേ വേറെ സ്ഥലത്തേക്ക് പോയേ? അല്ല നേരെ പോവാ. നമുക്ക് ഇനി നേരെ മൈൻ ചെയ്യാം. ഇവിടെ ഫുൾ ടോർച്ചപ്പ് ചെയ്യടാ. ഞാൻ ഇവിടെയൊക്കെ മൂടാന്നല്ലേ ഫസ്റ്റ്. അതാണെങ്കിൽ നമുക്ക് ഇവിടെ ഇനി വരാമല്ലോ. അമിറ്റിസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. അതായത് ഈ വെള്ള സാധനമൊക്കെ കല്ല് ഇഷ്ടപ്പെട്ടു. ബ്ലാക്കും വെള്ളയും. ഈ എന്ത് ഈ സാധനം ശരിക്കും ബ്ലാക്കും വെള്ളയും. കോബിൾഡ് ഡീപ് സ്ലേറ്റ് അല്ല ഇതല്ലല്ലോ. ഇതാണ് സാധനം. സ്മൂത്ത് ബസാൾട്ടാണ് സാധനം. അല്ല നമ്മൾ നേരെ കുടിക്കാൻ പോയി. അല്ല ഇനി നേരെ കുടിക്കാല്ലേ. ഇതിലെ കിട്ടിയാലോ. സ്ലൈമിന് ശബ്ദം കേൾക്കണേ. ഇതാണ് അവിടെ ടോർച്ചപ്പ് ചെയ്ത കുറച്ചുകൂടി. ഓക്കെ നമുക്ക് നേരെ ഇവിടെ കുഴിക്കാം. ഇവിടേക്കല്ല നേരെ കുഴിക്കല്ലേ. ഇവിടെ ഒന്നുകൂടി മോളിക്കാക്കി കുഴിക്കണം. ഈ ലെവലിൽ ബാ കുഴിച്ചോ. ഓക്കെ നമ്മൾ നിങ്ങൾ കുറച്ച് നേരം വീഡിയോയിൽ കാണിക്കാം. നല്ല അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കൂടുതൽ ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ബിൽഡൊക്കെ കൊണ്ടുവരാനൊക്കെ ആഗ്രഹമുണ്ട്. അതായത് ഇരിക്കണം മറ്റേ പഠിക്കണം ഇഷ്ടം ഇരിക്കട്ടെ. ഈ അയണിൽ ആർമോട്ടേം ഇടാറ്റോടാ. ഇവിടെ എന്തിടാം നേരെ മഞ്ഞ പൊറിഞ്ഞു. സൂട്ടിരിക്കുന്നത് അപ്പം നമുക്ക് കൊണ്ടെടുക്കണം. ഇവിടെ നിന്ന് ഇരുട്ടായി. മറ്റേ സ്ഥലത്ത് ടോപ്പ് ലെവൽ എത്തി. അതുകൊണ്ടാണ് ഇവിടെ കയറി വന്നത്. ബ്രോ ഇത് നമ്മുടെ നേരത്തെ ലഷ്കേവിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. കയറി ഇറങ്ങി നോക്കിയാലോ.
ഇവിടെ നമുക്ക് അയ ഉണ്ടാവും. ഇവിടെ ആക്സിലോട്ടിലുണ്ടാവും. ഇവിടെ ഇഷ്ടമില്ല, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ നമുക്ക് കുഞ്ഞേ സ്ഥലം ഉണ്ടാക്കിയിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബിൽഡ് ഉണ്ടാക്കണം. ആടാ ഇറങ്ങി തുറച്ചു വെച്ചേ. അയ്യോ അവിടെ വെള്ളം വേണ്ട. അതിൽ ആക്സിലോട്ടിൽ ഉണ്ടാവോ? അതിന് നമുക്ക് ഇതും വേണം. ആക്സിലോട്ടിൽ എന്തെങ്കിലും നമ്മളിപ്പോൾ പിടിക്കാൻ പോണില്ല. ഇപ്പം ഇറങ്ങണേക്ക് അത് നമുക്കൊന്നുകൂടി ആകമറക്കായിട്ട് വരാം. ഇവിടെ നിന്ന് ഇവിടെ അയ ഉണ്ടാകുന്ന അവസ്ഥ അപ്പിക്കോ. അല്ല പിന്നെ നമ്മുടെ എത്ര ഉണ്ട്? 7 ഉണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ. അപ്പം 37 കിട്ടിയിരിക്കുന്നു. ഇവിടെ എവിടെയോ ആണ് നമ്മൾ പറഞ്ഞ സ്ഥലം. ഇവിടെ ഇല്ലടാ. എവിടെ? നീക്കാണ് സ്ഥലം മനസ്സിലാത്ത കുഴപ്പമുണ്ട്. ഈ സാധനം നല്ല ഇഷ്ടമായി. ഞാൻ കുറച്ച് കൊണ്ടും പൊളിക്കാം. മതി. ഞാൻ കുറച്ച് പൊളിച്ചതിന് ശേഷം അല്ല നമ്മൾ അവിടെ ഇഷ്ടാവായല്ലോ. ഇനി പറ്റൂല. പക്ഷെ ഈ സ്ഥലം പൊള്ളിട്ടാ. എന്തായാലും നമ്മുടെ ഈ സ്പൂൺ അത്യാവശ്യം കിട്ടുക. അല്ല എൻ്റെ 30 ഇപ്പം 37 ആയിരിക്കുന്നു. എങ്ങനെ പോയ ഇടങ്ങി എത്ര കണ്ടതാ? നമ്മുടെ 37 നമുക്ക് 48 വേണ്ടേ. അപ്പൊ 11 വേണല്ലേ? എൻ്റെ 7 ഉണ്ട്. എനിക്ക് 18 വേണ്ടിയിരുന്നേ. അല്ലല്ല 36 മറ്റേ കൂടി 37. നിങ്ങൾക്കിത് ബോറടിക്കണ്ടാവും നിങ്ങൾ കമൻറ്റ് പറയണം. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കട്ടാക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് എണ്ണം കട്ടാക്കിയിട്ടാണ് കിട്ടുന്നത്. ഇത് നല്ല ലോങ് ആവാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ മൈൻ ചെയ്തിട്ടേ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ പറയാം. നമ്മൾ വീണ്ടും ഒരു ലക്ഷദ്വീപിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഇവിടെ തന്നെ ആയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഞാൻ നിന്നിട്ട് ആയാൽ മതി. ഓക്കെ, ഇവിടെ വന്നു. വെള്ളം ഉണ്ടാവില്ലേ അവിടെ? ഓക്കെ, അവിടെ ആദ്യം വീട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മൂടാം. വെള്ളം വരില്ല. ഇവിടെ മൂടാം. ഈ മോളിൽ തന്നെ പോയി എടുക്കുക. അടിയത്തെടുക്കാം. ഇതും കൂടി നമുക്ക് ഓടിക്കാം. ഇവിടെ വീണ്ടും ആയുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ കയ്യിൽ 8 ആയുണ്ട്. എവിടെ മോനെ കിട്ടി? മോനെ 8 ആയടാ. ഇനി ഒന്ന് ഇപ്പോൾ 11 ആയിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമുക്ക് ഇനിയുണ്ടായിരുന്നു. അതൊക്കെ എടുത്തോ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അയണൊക്കെ എടുത്തു. അല്ല അതിന് മുകളിലായിട്ടൊരു അയൺ കണ്ടായി പോയി എടുക്കോ. എടുക്ക്. ഞാൻ ഇന്ത്യയിലാണ് എല്ലാ അയണുള്ളത്. അതുകൊണ്ടാ. എൻ്റെ ഇപ്പം എത്രയുണ്ട്? 3 11 എടാ ചാവല്ലടാ. എവിടെയാണ്? ഓക്കെ, ഇപ്പം നമ്മുടെ 11. അതായത് നമ്മൾക്ക് 2 പേർക്ക് ഉണ്ടാക്കാനുള്ള അയൺ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. എത്ര നേരത്തെ മൈനിങ് നിൽക്കാനറിയില്ല. അതും കൂടി ഉണ്ട് നമുക്ക് അവിടെ. ഈ വെറുതെ കുഴിച്ചൊക്കെയാണ് ഇവിടെ. അവിടെയാണ്. ഇതാണ് ഈ ലഷ്കേവിന് പോകുന്നിട്ടാ. ഒരുപാട് അയൺ കിട്ടും. നമ്മൾ സ്ഥലത്ത് പിക്കാക്സ് കൂട്ടി ഒന്നും ഉണ്ടാവണം എൻ്റെ മനസ്സിൽ. ഉണ്ട്. സെറ്റ്. ഇതും കൂടി മൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും മൈൻ ചെയ്തു. നമുക്കൊരു പിക്കാക്സും കൂടി ഉണ്ടാക്കി എങ്ങനെ ആയും തപ്പിയെടുക്കുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ആയം വരുന്നത്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല. അവിടെ കൊണ്ടുപോയുണ്ട്. നമ്മളൊന്നും നോക്കി. ഇവിടെ കൊണ്ടുപോയാൻ നമ്മളൊന്നും നോക്കിയില്ല. ഇവിടെ ഉണ്ട് എടുത്തു. ഓക്കെ, നമുക്കൊരു ആർത്തിയില്ല. ഒരയൻ ഇന്ത്യയിൽ നോക്കട്ടെ. നമുക്ക് തിരിച്ചു പോവാം. ഇവിടെ മൂടാം. നമുക്ക് ഇത് വരാനുള്ള സ്ഥലം ആയതുകൊണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് മൂടുന്നില്ല. ഓർത്ത് വെക്കണം. ഓക്കെ, ഇത് ലഷ്കേവാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 18 അയൺ. യെസ്, ഫുൾ ഓഫ് ഗ്രൈൻഡിങ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ബുദ്ധി? നമ്മൾ വിചാരിച്ചോണ്ട്. കാരണം നമ്മൾ വിചാരിച്ച് നമുക്ക് സൈഡിൽ മൈൻഡ് ചെയ്ത് നോക്കാം. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ഞങ്ങൾക്ക് ബിരിയാണി കിട്ടി. ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി ബിരിയാണി കിട്ടി. നമുക്ക് ഇന്ന് വാങ്ങലിലൊക്കെയാണ്. കാരണം നമുക്ക് ഡയമണ്ട്, അയണ്. ഇനിയിപ്പോൾ നമ്മുടെ നേരത്തെ 30 ആയിരുന്നു.
പിന്നെ എൻ്റെ 30 ഇപ്പം എങ്ങനെ പോയാലും അത്യാവശ്യം ഉണ്ട്. നമുക്ക് 2 പേർക്കും അയണാമ ആവാനുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ 37 അയൺ. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ 55 അയണ്. യെസ്, നമുക്ക് അങ്ങനെ അയണ സെറ്റാക്കി നമുക്ക് എന്തായാലും ഇവിടെ അയണാമ നമ്മൾ സെറ്റാക്കിയിട്ടേ പോകുള്ളൂ. അതിന് മുമ്പ് നമുക്ക് ഫുഡ് കഴിക്കണം. പിന്നെ തല്ലിക്കൊല്ലോടാ. അല്ല, ഈ ഫുഡ് കിട്ടാനുള്ള ഏക വഴി തല്ലി ചാവലാണ്. അതുകൊണ്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചോട്ടെ, വാല്യുബിൾ. ഓക്കെ, ഇതിനെ വെച്ചു ഇതിൽ അയൺ കാണില്ലല്ലോ. എന്തിട്ട് അയൺ 8 ബാക്കി 8 ഉണ്ട്. എന്താ സ്യൂട്ടപ്പ് വിടു. ഒരു മിനിറ്റ്, നമുക്കൊരു ടൂൾസ് ഉണ്ടായിരുന്നു. ടൂൾസ് ഞാനൊരു ടൂൾസ് ഉണ്ടാക്കി തരാം. എനിക്കതാ ഉണ്ട്. ഇപ്പം ഫസ്റ്റ് പിക്കാക്സില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്കാക്സ്. ഇനി ഒരു ആക്സൽ വേണ്ടേ നമുക്ക്. ഒരു ആക്സും കൂടി ഉണ്ടാക്കാനുണ്ടാവില്ല. ഒന്നിൻ്റെ കുറവ് ഒരു ആക്സും കൂടി ഉണ്ടാക്കാൻ. അത് നമുക്ക് ആക്സിനെ പോലെ സോൺ ഉണ്ടാക്കിയാലോ. ഫുള്ളായി എടുക്കണ്ടല്ലേ. ഇതിപ്പോൾ ഒരു ആക്സ് മതി നമുക്ക്. ഒന്നുകൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആക്സ് ഉണ്ടാക്കിയായിരുന്നു. ഞാൻ അങ്ങനെ വിചാരിച്ചത്. കാരണം ഒരു 2 പിക്കാക്സും 2 ആക്സും എന്നുള്ള രീതിയിലാണ് ഞാൻ വിചാരിച്ചത്. അതൊക്കെ എടുക്കാം നമുക്ക്. അതുകൊണ്ട് എനിക്ക് തരേണ്ട പിക്കാക്സ്, എനിക്ക് പിക്കാക്സ് തരാം. അത് തരാം. തനക്കുള്ള പിക്കാക്സ് ഇട്ടാ. ഇപ്പത്തിന് 21 മിനിറ്റ്. നിങ്ങൾ ആരും കാണാൻ പോകില്ല. ഇനി യെസ്, സ്ലാബ് ആക്കാൻ പറ്റും. എൻ്റെ ഒരു ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാകും. ക്രാഫ്റ്റ് ടേബിൾ ഉണ്ടാക്കാൻ അത്ര സിമ്പിളല്ലേ. നെക്കി ഉണ്ടാക്കാനൊക്കെ മടിയാവണം. ഇനി എത്ര നേരം കളിക്കണം. സ്ലാബ് ആണെങ്കിൽ കുറച്ചിട്ടുള്ളൂ. ഇത് ലാസ്റ്റ് സ്ലാബ് പെട്ടെന്ന് കിട്ടി. മതി, ധാരാളം. എന്തൊക്കെയാണ്? ഇല്ലില്ല, മറന്നു പോയടാ. യെസ്, കേട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഊന്തിയ പോലെ ഇവിടെ നമ്മുടെ സ്റ്റോറേജ് സെറ്റായി. അമൂല്യം സാധനങ്ങൾ അടിയിൽ നിന്ന് ഇവിടെ എടുത്തേക്കാം. ഞങ്ങളതൊക്കെ സെറ്റായി കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ. അപ്പോൾ ഞാൻ ലെറ്റ്സ് പ്ലേയുടെ അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.